എല്ലാവർക്കും നമസ്കാരം. ഉയർന്ന സാലറി സ്കെയിലിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി നോക്കുന്നവർക്ക് CBI, NIA, IB, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് തുടങ്ങിയ 40ഓളം സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് 12,500ലധികം വേക്കൻസിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരുന്നു. ഈ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. സോ ആ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ സിലബസ് എങ്ങനെയാണ്, ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ഈ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ റിക്രൂട്ട്മെൻറ്റിന് നമുക്ക് എങ്ങനെ പഠിക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ്. സോ റിക്രൂട്ട്മെൻറ്റിലേക്ക് 22/6/2026, 22 ജൂൺ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. SSCയുടെ വൺ ടൈം പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ 100 രൂപ ഫീസുണ്ട്. SC, ST, വുമൺ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് ഫീസില്ല. റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ 2026 ടയർ 2 എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 2026 സോ ഈ റിക്രൂട്ട്മെൻറ്റിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് SSC മലയാളി ഫിനിറ്റ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 100 ഡേയ്സിൻ്റെ ബാച്ചാണ്, 100 ദിവസത്തെ ബാച്ചാണ്. SSC CGL, CHSL, CPO ആൻഡ് അതർ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനേഷൻസ് ഈ ഒരു ബാച്ച് വഴി ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലാസ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. SSCയുടെ എക്സാമിനേഷനും അതർ ഗവൺമെൻറ് എക്സാമിനേഷനും ക്ലിയർ ചെയ്ത് പ്രൂവ് ചെയ്ത ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത്. മെയിൻ ഫാക്കൽറ്റി സബ്ദാർ ആഷ്മി സാറാണ്. SSC CGL റാങ്ക് ഹോൾഡറും CBI ഇൻസ്പെക്ടറുമാണ്. സോ ഒരുപാട് പേർക്ക് SSC മലയാളിൽ നിന്നും ജോലി കിട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ SSC CGL 2025 SSC CGL മാത്രം 88ഓളം പേർക്കാണ് SSC മലയാളിൽ നിന്നും ജോലി കിട്ടിയത്. സോ ഫിനിറ്റ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും SSC മലയാളിയെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തേക്കാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. സോ റിക്രൂട്ട്മെൻറ്റിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകൾ പേ ലെവൽ 8 പോസ്റ്റ് വന്നിട്ടുണ്ട്. 2023 ലാസ്റ്റ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടന്നത് പേ ലെവൽ 8. 2024-25 പേ ലെവൽ 7 വരെയുള്ള പോസ്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ പ്രാവശ്യം പേ ലെവൽ 8 പോസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. ഗസ്റ്റഡ് പോസ്റ്റുകളാണ്. 47,600 മുതൽ 1,51,100 വരെ ബേസിക് സാലറി ലഭിക്കുന്ന പോസ്റ്റാണ്. ഗസ്റ്റഡ് റാങ്കാണ്. സോ ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറാണ്, AO ആണ്. സെൻട്രൽ ക്യാഡർ ഗ്രൂപ്പ് B ഗസ്റ്റഡ് ആണ്. 30 വയസ്സ് വരെ ഏജ് ലിമിറ്റ്, ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സ്റ്റേറ്റ് ക്യാഡർ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും സ്ഥിരം പോസ്റ്റിങ്. ഗ്രൂപ്പ് B ഗസ്റ്റഡ് പോസ്റ്റാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. CAGയുടെ അണ്ടറിൽ വരുന്നതാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓഫീസിന് അണ്ടറിൽ വരുന്നതാണ്. അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസറുണ്ട്. സ്റ്റേറ്റ് ക്യാഡറാണ്. സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും, നമുക്ക് സ്ഥിരം നിയമനമായിരിക്കും. 18 മുതൽ 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. B ഗസ്റ്റഡ് പോസ്റ്റാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഇന്ത്യൻ ഓഡിറ്റ്സ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. അടുത്ത പോസ്റ്റ് ലെവൽ 7 ആണ്. 44,900 മുതൽ 1,42,400 ബേസിക് സാലറി ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. DA, TA ഒക്കെ അലവൻസ് ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തസ്തികയാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ സെക്രട്ടറി സർവീസ്, ഇന്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ആർമഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതർ മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെ ഉണ്ട്. CBDT ഉണ്ട്, CBIC ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഉണ്ട്, ED ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBIയിൽ സബ് ഇൻസ്പെക്ടർ ഉണ്ട്, ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ട്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. 33 വയസ്സ് വരെ OBCക്കും 35 വയസ്സ് വരെ SC ST കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ CBICയിലേക്ക് ഇൻസ്പെക്ടറാണ്. സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവെന്റീവ് ഓഫീസർ, കസ്റ്റംസിലേക്കുള്ള പ്രിവെന്റീവ് ഓഫീസർ, കസ്റ്റംസിലേക്കുള്ള ഇൻസ്പെക്ടർ എക്സാമിനർ ഒക്കെ ഉണ്ട്. CBDTയിലേക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഉണ്ട്. സോ അടുത്ത പേ ലെവൽ 6 ആണ്. 37,400 മുതൽ 1,12,400 വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട്. അതർ മിനിസ്ട്രീസും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഗ്രൂപ്പ് B എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഉണ്ട്. ഗ്രൂപ്പ് B CBICയിലേക്കാണ്. റിസർച്ച് അസിസ്റ്റന്റ് ഉണ്ട്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലേക്ക് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് ഉണ്ട്. CAGയിലേക്ക്. സബ് ഇൻസ്പെക്ടർ NIA ഉണ്ട്. സബ് ഇൻസ്പെക്ടർ ഒരു ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ NCB ഉണ്ട്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, മിനിസ്ട്രി ഓഫ് ഹോം ഓഫീസിന് അണ്ടർ വരുന്നതാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ജൂനിയർ സ്റ്റാറ്റിക് ഓഫീസർ ഉണ്ട്. ഗ്രൂപ്പ് B ആണ് പോസ്റ്റ്. ഇൻവിജിലേറ്റർ ഗ്രേഡ് 2 ഉണ്ട്.
ഓഫീസ് സൂപ്രണ്ടൻ്റ് ഉണ്ട് CBDT സെക്ഷണൽ ഹെഡ് ഉണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലെവൽ 5 ആണ്. 27 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് എല്ലാ പോസ്റ്റുകളിലേക്കും. ലെവൽ 5 ആണ് സാലറി സ്കെയിൽ. ഓഡിറ്റർ ഉണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്, ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ഉണ്ട് അതർ മിനിസ്ട്രിയിലേക്കുള്ള. ലെവൽ 4 ആണ് അടുത്ത പോസ്റ്റ്. 27,500 മുതൽ 81,100 വരെ ബേസിസ് ആണ് ലഭിക്കുന്ന പോസ്റ്റാണ്. 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റിലേക്കാണ്. സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, സീനിയർ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് ഉണ്ട്, ടാക്സ് അസിസ്റ്റന്റ് ഉണ്ട് CBDT, ടാക്സ് അസിസ്റ്റന്റ് CBIC സെൻട്രൽ ബോർഡ് ഡയറക്ട് ടാക്സും സെൻട്രൽ ബോർഡ് ഓഫ് ഇന്റർ ടാക്സ് ആൻഡ് കസ്റ്റംസും ആണ്. സബ് ഇൻസ്പെക്ടർ ഉണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലേക്ക്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ പോസ്റ്റുകളിലേക്കെല്ലാം ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സോ റിക്രൂട്ട്മെന്റിലേക്കുള്ള എക്സാമിനേഷന്റെ പാറ്റേൺ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരെയൊക്കെ ഓവറോൾ ടൈമിംഗ് ആയിരുന്നു. നേരത്തെ എനിക്ക് പറഞ്ഞു ഓവറോൾ ടൈമിംഗ് ആയിരുന്നു, 60 മിനിറ്റ് ആയിരുന്നു എക്സാമിനേഷൻ. പക്ഷേ ഈ പ്രാവശ്യം മുതൽ 15 മിനിറ്റ് വീതം, ഓരോ സെക്ഷനും 15 മിനിറ്റ് വീതമാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ തുടങ്ങിയ തസ്തികയിലേക്ക് ബാച്ചിലർ ഡിഗ്രിയാണ്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് CIO, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് ഒക്കെ പഠിച്ചവർക്ക് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ മതി അപ്ലൈ ചെയ്യാൻ. മറ്റുള്ള പോസ്റ്റുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ജൂനിയർ സ്റ്റാറ്റിക് ഓഫീസർ എന്നൊരു പോസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ 60% മാർക്കോടെ ബാച്ചിലർ ഡിഗ്രി, അതുപോലെ മാത്തമാറ്റിക്സിന് 60% മാർക്ക് +2 ലെവലിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റിൽ സ്റ്റാറ്റിക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും സ്റ്റാറ്റിക് ഇൻവിജിലേറ്ററിലേക്ക് മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ബാച്ചിലർ ഡിഗ്രിയിൽ. മറ്റുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും എനി ഡിഗ്രിയാണ്, ഏത് ഡിഗ്രി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടയർ 1 എക്സാമിനേഷൻ ജേണൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻ 50 മാർക്കിനാണ്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. 15 മിനിറ്റ് ആണ് ടൈം. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. അങ്ങനെ 200 മാർക്കിനാണ് എക്സാമിനേഷൻ വന്നിരിക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ സെക്ഷനും 15 മിനിറ്റ് വീതമാണ്. ടയർ 2 വന്നിരിക്കുന്നത് പേപ്പർ 1 ആണ്. സെക്ഷൻ 1 മാത്തമാറ്റിക്സ് ആണ്. 30 ക്വസ്റ്റ്യൻ ഉണ്ട്. ടൈം പറഞ്ഞിരിക്കുന്നത് 30 മിനിറ്റ് ആണ്. ഒരു സെക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം 60 മിനിറ്റ് 2 സെക്ഷനും കൂടെ ആയിരുന്നു, മാത്തമാറ്റിക്സ് റീസണിംഗ് കൂടെ. പക്ഷേ ഈ പ്രാവശ്യം മുതൽ മാത്തമാറ്റിക്സ് ഒരു സെക്ഷനാണ്. പേപ്പർ 1 വരുന്ന സെക്ഷൻ 1 മാത്തമാറ്റിക്സിന് 30 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. അങ്ങനെ 90 മാർക്കാണ് മാത്തമാറ്റിക്സിന്. സോ A പാർട്ടാണ് അത്. B പാർട്ട് എന്ന് പറയുന്നത് റീസണിംഗ് ആണ്. റീസണിങ്ങിനകത്ത് 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. 90 മാർക്കാണ് വരുന്നത്. ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 180 മാർക്കാണ് പേപ്പർ 1 വരുന്നത്. അടുത്തത് പേപ്പർ 1 സെക്ഷൻ 1 വരുന്നത്. അടുത്ത സെക്ഷൻ 2 ആണ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. 45 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40 മിനിറ്റ് ആണ് ഇംഗ്ലീഷിന് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. അടുത്ത ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് തന്നെയാണ് വരുന്നത്. ദെൻ സെക്ഷൻ 3 ആയിട്ട് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 60 മാർക്കിനാണ്. 15 മിനിറ്റ് ആണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ സ്റ്റാറ്റിക്സ് ബേസ് ചെയ്ത് എക്സാമിനേഷൻ അല്ലെങ്കിൽ പോസ്റ്റിലേക്ക് എഴുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പേപ്പർ 2ഉം, അതുപോലെ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ തുടങ്ങിയ തസ്തികയിലേക്ക് എഴുതുന്നുണ്ടെങ്കിൽ പേപ്പർ 3യും അറ്റൻഡ് ചെയ്യണം. സ്റ്റാറ്റിക്സിന് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 200 മാർക്കാണ്. അതുപോലെ ജനറൽ സ്റ്റഡീസ്, ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 200 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. മാത്രമല്ല നമുക്ക് കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്ററുകൾ ഏതൊക്കെ പ്ലേസിലുണ്ടെന്ന് കൂടെ നോക്കാം. എക്സാമിനേഷൻ സെൻറ്റർ പറഞ്ഞിരിക്കുന്നത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, കവരത്തി തുടങ്ങിയ പ്ലേസുകളിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. സോ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇതുവരെ അപ്ലൈ ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യുക. അവസാന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 22 ജൂൺ 2026 ആണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.